ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജസ്റ്റ് ദേ കുളിച്ച് വന്നതേ ഉള്ളൂ, അതാണ് മുടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗിൻ്റെ അകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് വ്ളോഗ് എന്ന് വെച്ചാൽ, എനിക്ക് ഞാൻ വരച്ച് വെച്ചത് കണ്ടോ. അപ്പം കുറച്ച് പെയിൻറ്റ് മിസ്സായി പോയതല്ല, കമ്പനി സ്റ്റോക്ക് ഇറക്കുന്നില്ല. അപ്പോൾ എനിക്ക് ആ പെയിൻ്റ് ഇല്ലാതെ എനിക്ക് മുന്നോട്ട് യാത്ര തുടരാനും പറ്റില്ല. അപ്പം ഞാൻ സ്ഥിരമായിട്ടെടുക്കുന്ന ഷോപ്പ് മാറ്റിയിട്ട് വേറൊരു ഷോപ്പിൽ ഈ പറഞ്ഞ പെയിൻ്റ് ഉണ്ടോ എന്നൊന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്ര, അങ്ങനെ തന്നെ പറയാം. പെയിൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ എത്തിയതിന് ശേഷം മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. ആ പെയിൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും മല്ലയ്യ എന്നുള്ളൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ആ പെയിൻറ്റിന് പോയി നോക്കുകയാണ്. സ്ഥിരമായിട്ട് തരുന്ന ഷോപ്പുകാർ പറഞ്ഞു അവർക്കിപ്പം കമ്പനി അവർ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒക്കെ കട്ട കിട്ടിയിട്ടുള്ള പെയിൻ്റാണ് എനിക്കും കിട്ടിയത്. ഇതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ റെഗുലറായിട്ട് കാണുന്ന ആൾക്കാർക്ക് കാണാം. ഞാൻ പെയിൻ്റൊക്കെ ആവുന്ന അടുക്കി ഒതുക്കി പിറക്കുന്ന ആ ഒരു വീഡിയോസിൻ്റെ അത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ പെയിൻറ്റ് കട്ട കിട്ടിയതാണ് എനിക്ക് കിട്ടിയത്, അത് മാറ്റിയെടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അത് മാറ്റാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ സാധനം കിട്ടിയിട്ടില്ല. അപ്പോൾ വേറൊരു ഷോപ്പുണ്ട് അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് അവിടെ സാധനമുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ നെക്സ്റ്റ് എന്ത് എന്നുള്ളത് നോ ഐഡിയ. എൻ്റെ അടുത്ത് പെയിൻ്റ് ഇല്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂല. ഭഗവാനെ കൃഷ്ണ എന്തിനാ പരീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഭഗവാന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് എന്ന് കമൻറ്റ് വേണ്ട കേട്ടോ. കമ്പനി ഇറക്കാനിട്ടാണ്, ഞാനൊന്നും ചെയ്തിട്ടല്ല. അപ്പോൾ ഏതായാലും ആ പെയിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. രാവിലെ തന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി പിള്ളേർ എൻ്റെ വീട്ടിൽ നിന്ന് വരണം, അവരാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരണം. ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം വേണം ഇവിടുന്ന് പോവാൻ. ബസ്സിനാണ് പോകുന്നത്, ഫ്രണ്ട് ഉണ്ട് ബസ്സിൽ. ഒരു രണ്ട് ഫുള്ള് എന്ന് വെച്ചാൽ ഒരു 15 പീസുള്ള 2 ബോക്സാണ് എനിക്ക് എടുക്കാനുള്ളത്. അതുകൊണ്ട് കാറും കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് ബസ്സിന് കൂളായിട്ട് കൊണ്ടുവരാൻ പറ്റും. കിട്ടിയാൽ മതിയായിരുന്നു. കിട്ടിയാൽ കിട്ടി, ഇല്ലേ ചട്ടി എന്നുള്ള അവസ്ഥയിലാണ്. ഏതായാലും പോയി നോക്കട്ടെ, അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു മൈ യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ചാനൽ. ഓക്കെ, ബൈ. ബാക്കി വിശേഷങ്ങളൊക്കെ പുറകെ വരുന്നുണ്ട് കേട്ടോ, കാണാൻ മറക്കല്ലേ. അങ്ങനെ വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങി. ബൈക്കിൻ്റെ മുകളിലാട്ടോ, ഉള്ളിയേരി തെറ്റോളം. ഉള്ളിയേരിന്ന് ബസ്സിന് പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിട്ടോളം ബൈക്കിൻ്റെ മുകളിൽ അരുൺ എന്നെ ഇറക്കി തരാമെന്ന് പറഞ്ഞു. അവിടെ എത്തിയതിന് ശേഷം എൻ്റെ ഒരു കമ്പനിക്കാരൻ്റെ കൂടെ ബസ്സിൽ കയറി കോഴിക്കോടേക്ക് പോയിട്ടോ. അങ്ങനെ കോഴിക്കോടെത്തി ജനത എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലേക്ക് നടന്നിട്ട് പോവുകയാണ്. ഇവിടുന്ന് ഫസ്റ്റ് കാണുന്ന ഷോപ്പാട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ സാധനങ്ങളൊക്കെ മുമ്പ് എടുക്കാറുള്ളത്. പിന്നീട് അത് മാറ്റി ഇപ്പം പിന്നെയും അങ്ങോട്ട് തന്നെ ആക്കി. ജനതയിലും സാധനങ്ങൾ ഉണ്ടാവും എന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു, പക്ഷേ അവിടുന്ന് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടോ. അവിടെ കട്ട പിടിക്കാത്തതായിട്ടുള്ള പെയിൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം മേടിച്ച് തിരിച്ച് പോന്നു കേട്ടോ. കമ്പനിക്കാരനുണ്ട്, അവൻ്റെ കൂടെ ചായ കുടിക്കാം. സാധനം മേടിച്ചു. എന്തുവാടി ഉണക്കലോ? അങ്ങനെ പെയിൻ്റൊക്കെ കിട്ടി, ബസ് ഇറങ്ങി. അരുണേട്ടൻ വീട്ടിലോട്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അരുണേട്ടൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. അങ്ങനെ പെയിൻ്റെല്ലാം മേടിച്ച്
തിരികെ വീട്ടിലെത്തിയിട്ടോ. എൻ്റെ വർക്കൊക്കെ മുടങ്ങി കിടക്കുകയായിരുന്നു. കമ്പനിയിൽ നിന്ന് പെയിൻറ്റ് ഇറക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ഇവർക്ക് ഉള്ള ഒരു ഷോപ്പല്ല, വേറൊരു ഷോപ്പുണ്ട്. അവിടെ പോയി നോക്കി. അവിടെ കുറേ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. കുറേ സ്റ്റോക്ക് ഉണ്ടെന്ന് വെച്ചാൽ ആവശ്യത്തിലധികം അവിടെ സ്റ്റോക്ക് ഉണ്ട്. ഞാൻ എടുക്കുന്ന ഷോപ്പിൽ മാത്രമാണ് സ്റ്റോക്ക് ഇല്ലാത്തത്. അപ്പം ഞാൻ എന്താക്കി, ഇപ്പുറത്തെ ഷോപ്പിൽ നിന്ന് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം ഇനി വര തുടങ്ങണം. ഇന്നലെ നിർത്തി വെച്ചതാണ് വര. അത് വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ട് റെഡിയാക്കി കൊണ്ടുവരണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിക്കെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ഓക്കെ, ടാറ്റാ.